ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി നല്ല അടിപൊളി സലാഡും ചമ്മന്തിയും അതുപോലെ തന്നെ അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകാം. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാവേ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ബിരിയാണി റൈസാണ്. നമ്മൾ 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി സൈസിൽ തന്നെ മുറിപ്പിച്ച ചിക്കനാണ്. പിന്നെ നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനാണ് വേണ്ടത്. കുറച്ച് ഉപ്പ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് 6 വലിയുള്ളി ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞു വെച്ചതാണ്. പിന്നെ നമ്മളിതാ 2 സാധാരണ ഉള്ളിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വറക്കാനുള്ളതാണ്. ഇത് എവിടെയാണ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ വിശദമായിട്ട് പറയാം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞു വെച്ചതാണ്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ, കറാമ്പട്ട, കറാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഈ സൈസിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാല വേണം, അതുപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ച് വേണം. അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ് രൂപത്തിലാക്കിയതാണ്, അത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് വേണം, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക്. നമ്മൾ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നടു ചീന്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു തക്കാളി, ഒന്നല്ല 2 തക്കാളി എടുത്തിട്ട് ഈ കാണുന്ന സൈസിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ്. നമുക്കപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നേരെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അടുപ്പ് കത്തിച്ച് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ അരി ഇടുന്നതിനെ കൊണ്ടാണ് നമ്മൾ ഇത്ര വെള്ളം എടുത്തത്. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. എന്നിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറാമ്പട്ടയും കറാമ്പൂവും ഏലക്കായും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഇവിടെ വെള്ളത്തിൽ കിടന്ന് തിളക്കട്ടെ. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇനി നമ്മുടെ അടുത്ത പരിപാടി വരുന്നത്. അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി, അതിലേക്ക് നമ്മൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബിരിയാണിയുടെ അരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 1 കിലോ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിവിടെ തിളച്ച് വരില്ല, വെന്ത് വരണം. ഒരു 70% വേവാണ് നമുക്ക് ആവശ്യമുള്ളത്. പൂർണ്ണമായ വേവ് വേണ്ട. അപ്പോൾ 70% വേവായതിനു ശേഷമാണ് ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ള മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിത് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരി അടുപ്പത്ത് കിടന്ന് ഏകദേശം ഒരു 50%, ഒരു 50% ഒക്കെ വേവാകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ പൂനാരങ്ങയുടെ നീര്, 1 നാരങ്ങയുടെ നീരാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 നാരങ്ങയുടെ നീര് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് വേവ് പൂർണ്ണമാകുന്നവരെ വെയിറ്റ് ചെയ്യും. നമുക്കൊരു 70% വേവാണ് വേണ്ടത്. അപ്പോൾ ആ 70% വേവാകുന്നവരെ നമ്മൾ വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരി പറഞ്ഞ മാതിരി ഏകദേശം 70% വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റണം. നമുക്ക് ഇതൊന്ന് ഊറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മൾ ഈ അരി മൊത്തം ഒന്ന് ഊറ്റിയെടുക്കാൻ പോവുകയാണ്. ഈ അരി മൊത്തം ഊറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ ഈ അരി ഒന്ന് മുഴുവനായിട്ടൊന്ന് ഊറ്റിയെടുക്കട്ടെ. നമ്മുടെ അരി മുഴുവൻ നമ്മുടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, അതിന് ശേഷം നമ്മളെ അടുപ്പത്ത് മറ്റൊരു ചീഞ്ചട്ടി വെച്ചിട്ട്
അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് നമ്മുടെ പരിപാടി. നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിയ ഒരു ബ്രൗണിഷ് കളറിൽ വരുന്നവരെ നമ്മൾ ഇത് ഇവിടെ ഇട്ട് വറക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇനി ഇത് വറുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികൾ. വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണേ. അതിനുശേഷം നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുള്ള അതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ നേരത്തെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മൾ 2 ടൈപ്പ് ഉള്ളീൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ 2 ഉള്ളി എടുത്തിട്ടുള്ള വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്തിട്ട് നല്ല പോലെ ഇളക്കുക. ഇതിനി നല്ലൊരു ബ്രൗൺ കളർ വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിനി ആ കളർ വന്നതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാതെ നമ്മുടെ ഉള്ളി ഇതാ ഈ കാണുന്ന രീതിയിൽ ഇത്രയും ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കളർ ആകുന്നവരെ നമ്മൾ ഉള്ളി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ചിക്കനിലേക്കാണ് പോകുന്നത്. ചിക്കൻ്റെ പരിപാടികളൊക്കെ നോക്കാം. എന്തായാലും നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഉള്ളി വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ച് അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള 6 ഉള്ളി, ആ 6 ഉള്ളി മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 6 ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ല പോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വരുന്നവരെ നമ്മൾ കാത്തു നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളി ഇതാ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ വാടി വന്നതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള 2 തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ 3 പച്ചമുളക് നടു ചീന്തി വെച്ചതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളിയും പച്ചമുളകും കൂടി ഒന്ന് ഉള്ളീൻ്റെ കൂടെ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ വീണ്ടും കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്നുകൂടെ സെറ്റായതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ്. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മുഴുവൻ ചിക്കനും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ടേ എടുത്തിടാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എത്ര ചിക്കനിലെ വെള്ളം ഒഴിവാക്കിയാലും, കഴുകിയ വെള്ളം ഒഴിവാക്കിയാലും പിന്നെയും കുറച്ചുകൂടി വെള്ളം വരും. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ചിക്കൻ വീതം എടുത്തിടുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ പൂർണ്ണമായി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അധികം പുളിയില്ലാത്ത ചെറിയ ഒരു കപ്പിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലേശം പൂനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൂനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ കുരു മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സിയിലിട്ടടിച്ച വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ളത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിലല്ലാതെ തന്നെ നമ്മുടെ തൈരും അതുപോലെ ചിക്കനും മുളക് പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റ് രൂപത്തിലാക്കിയതും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചിക്കനിൽ നേരത്തെ തന്നെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയൊക്കെ. എന്നിട്ട് നല്ല പോലെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു മൂടി വെച്ച് അടച്ച് മേലെ ഒരു കനം വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനി വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണേ. ചിക്കൻ ഒന്ന് ചൂടായി ലേശം ഒന്ന് അതിലെ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗരം മസാല കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ മല്ലിച്ചപ്പും പുതിനയും അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് വീണ്ടും നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നല്ല പോലെ എല്ലാ ഭാഗത്തും ഒന്നുകൂടെ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ അടച്ചു വെച്ച് നമ്മുടെ ചിക്കൻ പൂർണ്ണമായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കും. ഇതപ്പോൾ നമ്മൾ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം. ഇനി ഇതൊന്നും ഇവിടെ കിടന്ന് വേവട്ടെ. നമ്മുടെ ചിക്കൻ ഇതാ നല്ല പോലെ വെന്തിട്ടുണ്ട്, അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ലെയറായിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ റൈസ് നമ്മൾ ഇടുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാഴയില വാട്ടിയിട്ട് ചിക്കൻ്റെ മേലെ വിരിച്ചിട്ട് അതിൻ്റെ മേലെ റൈസ് വേണം ഇട്ട് കൊടുക്കുക. നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കായതുകൊണ്ട് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വാഴയിലൊന്നും വിരിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇതിലെ ഗ്രേവി കുറച്ചൊക്കെ അരിയിലേക്ക് കയറി പിടിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കൂടി ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയില വിരിച്ചിട്ട് ആ രീതിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ലെയറായിട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് മുകളിൽ ഒരു ലെയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി കുറച്ച് ആദ്യത്തെ ലെയറിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി കുറച്ച് ആദ്യത്തെ ലെയറിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ കാണുന്ന പോലെ കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് പുതിന അതിൻ്റെ മേലെ വെതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ ഇതൊക്കെ. അത് വെതറി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നെയ്യ് കൂടെ കുറച്ച് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിനി അടുത്ത ലെയർ റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളടുത്തുള്ള റൈസ് മുഴുവൻ ലെയറായിട്ട് ഈ കാണുന്ന പോലെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അവസാനത്തെ ലെയറും ആക്കിയിട്ട് അവിടെ മല്ലിച്ചപ്പും പുതിനയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും ഒക്കെ ചേർത്തിട്ടുണ്ട്. അവസാന ലെയറിൽ നമ്മൾ ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് ഇവിടെ കിടന്ന് വേവുകയാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് മൂടി വെക്കണം. ഇനി ഇവിടുന്ന് നല്ല പോലെ വേവാൻ വേണ്ടി മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ പാത്രം ഒന്ന് ടൈറ്റായിരിക്കാൻ വേണ്ടി ചെറിയൊരു കനം നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്നിട്ടൊന്ന് വെന്ത് സെറ്റായി വരട്ടെ. ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഒരു 15 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടപ്പ് തുറന്നിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇത് അടിപൊളി സെറ്റായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി നോക്കാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ മേലുള്ള റൈസ് മറ്റൊരു പാത്രത്തിലേക്കും അതുപോലെ തന്നെ അടിയിലെ ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്കും മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാൻ പറ്റും. എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ അമർത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.